നരേന്ദ്രമോദി സർക്കാർ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഏതെല്ലാം നടപടി എടുത്തിട്ടുണ്ടോ ആ നടപടിയെല്ലാം നിശ്ചിതമായിട്ട് വിമർശിക്കുകയും ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉയരുകയും ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വേണ്ട, നമ്മുടെ മതേതര പ്രബുദ്ധ കേരളം തന്നെയാണ്. മോദി സർക്കാർ രാജ്യത്ത് അനധികൃതമായിട്ട് നുഴഞ്ഞു കയറി കുറ്റകൃത്യങ്ങളിലെല്ലാം ഏർപ്പെട്ട് ജീവിക്കുന്ന, രാജ്യത്തെ പൗരന്മാരായിട്ട് വേഷം കെട്ടി വ്യാജമായിട്ട് ആധാർ കാർഡും റേഷൻ കാർഡും എല്ലാം സംഘടിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്നവരെ എല്ലാം പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എതിർപ്പ് ഉയർന്നത് നമ്മുടെ മതേതര കേരളത്തിൽ നിന്നാണ്. അതുപോലെ SIR എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ വ്യാജന്മാരെ എല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി ശുദ്ധീകരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നടപടി വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ശക്തമായിട്ട് അതിനെതിരെ ആക്രമണം നടന്നത് ഈ കേരളത്തിൽ നിന്ന് തന്നെ. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. പിന്നെ CAA നിയമം കേന്ദ്രം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും ഇതുപോലെ ഇതൊന്നും ഇവിടെ നടപ്പിലാക്കില്ലെന്ന് പറയാൻ മാത്രം വിഡ്ഢിത്തം വിളിച്ചു കൂവിയ ഒരു മുഖ്യമന്ത്രി ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? ബാക്കി ഒരു സംസ്ഥാനത്തും അല്ലേ, കേരളത്തിൽ തന്നെ. എന്നിട്ട് അങ്ങേര് പഞ്ചപുച്ഛം അടക്കുന്ന അതെല്ലാം നടപ്പിലാക്കിയില്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ പുരോഗമന കേരളത്തിന് മാത്രം അവകാശപ്പെടുന്ന ചില നേട്ടങ്ങളാണ്. ഇങ്ങനെ എന്ത് പറഞ്ഞാലും മോദി വിരോധം കൊണ്ട് രാജ്യം നശിച്ചാലും വേണ്ടില്ല, ഞങ്ങളുടെ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തിയാൽ മതി, അവരുടെ തോന്നിയാസങ്ങൾ കൂട്ടുനിന്നാൽ മതി, വോട്ട് ബാങ്കിനെ സംരക്ഷിച്ചാൽ മതി എന്നുള്ള നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെയുള്ള കേരളത്തിലെ വ്യാജമതേതരന്മാർ കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണ് പശ്ചിമ ബംഗാളിൽ നടന്നിട്ടുള്ളത്. ഞാൻ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സുവേന്ദു അധികാരി ബംഗാളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് അതിനുശേഷം ആദ്യം അദ്ദേഹം ചെയ്ത ഒരു നടപടി, എടുത്തൊരു നടപടി എന്ന് പറയുന്നത് ഈ ബോർഡർ ഫെൻസിങ്, ബാംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി പൂർണ്ണമായിട്ടും വേലി കെട്ടിത്തിരിക്കുന്നതിനായിട്ട് സ്ഥലം ഏറ്റെടുത്ത് മോദി സർക്കാരിന് കൈമാറുക എന്നുള്ള പരിപാടിയായിരുന്നു. മമതാ ബാനർജി ഭരിച്ചിരുന്നപ്പോൾ കഴിഞ്ഞ 15 വർഷവും ഓരോ കാരണം പറഞ്ഞ് മോദി സർക്കാരുമായിട്ട് സഹകരിക്കാതെ, കാരണം അവരുടെ വോട്ട് ബാങ്ക് ആണല്ലോ ഈ നുഴഞ്ഞുകയറ്റക്കാരല്ല, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ അതിർത്തി ഇങ്ങനെ തുറന്നു കിടക്കണം, ധാരാളമായിട്ട് ബാംഗ്ലാദേശികൾ ഈ ബംഗാളിലേക്ക് കടന്നു വരണം, അവർ ആത്മാർത്ഥമായിട്ട് എല്ലാ കൊള്ളരുതായ്മകളും വൃത്തികേടുകളും ക്രൈംസും ചെയ്യണം, അതിനുശേഷം മമതാ ബാനർജിയുടെ ആളുകൾക്ക് കമ്മീഷൻ വാങ്ങണം, പോലീസുകാർക്കും കൈക്കൂലി അടിച്ചെടുക്കണം, അതിനുശേഷം അവർ തിരിച്ച് സേഫായിട്ട് ബാംഗ്ലാദേശ് തിരിച്ചു പോകണം. ഇതിങ്ങനെ നടക്കണം എന്നുള്ളത് മമതാ ബാനർജിയുടെ ആവശ്യമായിരുന്നു, TMCയുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മമതാ ബാനർജി അതിനെ എതിർത്തിരുന്നു. പക്ഷേ സുവേന്ദു അധികാരി വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പരമപ്രധാനം എന്ന് കരുതുന്ന സർക്കാരായതുകൊണ്ട് അവർ ഈ 15 വർഷമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന സ്ഥലം ഏറ്റുകൊടുക്കുന്ന പരിപാടി കൃത്യമായിട്ട് നടത്തി. അങ്ങനെ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലത്ത് ഇപ്പോൾ ഈ വേലി കെട്ടുന്ന, കമ്പി വേലി കെട്ടുന്ന പണി നല്ല തകൃതിയായിട്ട് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂച്ച് ബിഹാർ എന്ന് പറയുന്ന ജില്ല, നിങ്ങൾക്കറിയാം ബാംഗ്ലാദേശുമായിട്ട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് കൂച്ച് ബിഹാർ. ഈ കൂച്ച് ബിഹാർ ജില്ലയിലെ ഗ്രാമവാസികൾ ഇപ്പോൾ ഈ കേരളത്തിലെ ഉൾപ്പെടെ വ്യാജമതേതരന്മാർ, രാജ്യദ്രോഹികൾ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, പക്ഷേ രാജ്യസ്നേഹികളുടെ വേഷം കെട്ടി നടക്കുന്ന വ്യാജമതേതരന്മാരെല്ലാം കേൾക്കേണ്ട ഒരു വാർത്ത, ഈ കൂച്ച് ബിഹാറിലെ ഒരു പാഠം ഈ കൂച്ച് ബിഹാറിലെ ഗ്രാമീണർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അത്രയും പ്രബുദ്ധതയോ സാക്ഷരതയോ എഴുത്തും വായനയോ തൊലിവെളുപ്പോ ഒന്നുമില്ലെങ്കിലും അവർക്ക് രാജ്യസ്നേഹം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ കൂച്ച് ബിഹാറിലെ ഗ്രാമീണർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം സ്ഥലം ഈ BSFന് വേലി കെട്ടാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. സ്വന്തം സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടുന്ന സ്ഥലം അവർ രാജ്യത്തിന് വേണ്ടി ദാനം ചെയ്യാണ്, ഡൊണേറ്റ് ചെയ്യാണ്. അവരിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് അവിടെ കിടന്നു പൊറുക്കാൻ വയ്യ. പ്രത്യേകിച്ച് അവരുടെ കന്നുകാലികൾ, ഇവരെല്ലാം കർഷകരാണ്, കന്നുകാലികളെ വളർത്തി ജീവിക്കുന്ന ആളുകളാണ്. കന്നുകാലികളെ വളർത്താനായിട്ട് ഇങ്ങനെ മേയാൻ വിട്ടു കഴിഞ്ഞാൽ ബാംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഈ റൗഡികൾ, ഈ ക്രിമിനൽസ്, അവർ വന്നിട്ട് ഈ പശുക്കളെയെല്ലാം അല്ലെങ്കിൽ കന്നുകാലികളെല്ലാം പിടിച്ചുകൊണ്ട് ബാംഗ്ലാദേശിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഇവർക്ക് നോക്കി നിന്ന് നിലവിളിക്കാന്നുള്ളതല്ലാതെ ബാംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ അതിർത്തി കടന്നു പോവുമല്ലേ. ഇവർ കൃത്യമായിട്ട് ഒന്നുകിൽ പശുക്കൾ ചിലപ്പോൾ ഇങ്ങനെ ഈ അഴിഞ്ഞ്, അവർക്ക് ഇന്ത്യ എന്ന് ബാംഗ്ലാദേശ് തന്ന പശുക്കൾക്കറിയില്ലോ അല്ലെങ്കിൽ കന്നുകാലികൾക്കറിയില്ലോ, അവർ ബാംഗ്ലാദേശിന്റെ ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ പിടിച്ചെടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഭാരതത്തിന്റെ ഭൂമിയിലേക്ക് തന്നെ കടന്നു വന്ന് അതിർത്തി കടന്നു വന്നിട്ട് പലയിടത്തും ഈ വേലി കെട്ടാത്തത് കൊണ്ട് ആരും നോക്കാനൊന്നുമില്ല, കടന്നു വന്നിട്ട് ഈ കന്നുകാലികളെ പിടിച്ചുകൊണ്ട് പോകും. അത് കാരണം ഇവരുടെ ജീവനോപാധി ഇപ്പൊ മുട്ടി നിൽക്കുകയാണ്, വഴി മുട്ടി നിൽക്കുകയാണ്. അവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വേലി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും ബാംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി വേലി കെട്ടി തിരിച്ച് ഈ പറയുന്ന ക്രിമിനലുകളെ, ഈ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് കടക്കാത്ത രീതിയിലാക്കിയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഈ വില്ലേജേഴ്സ്, ഈ ഗ്രാമീണർ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വേലി കെട്ടിത്തിരിക്കണമെങ്കിൽ ഭൂമി വേണം, അപ്പം ഞങ്ങളുടെ ഭൂമി എടുത്തോളൂ എന്ന് പറഞ്ഞ് അവർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ വേലി കെട്ടാൻ വേണ്ടി അവരുടെ ഭൂമി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്ന ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു 45 ദിവസത്തിനുള്ളിൽ 600 ഏക്കർ ഭൂമി BSFന് കൈമാറും, കേന്ദ്രസേനയ്ക്ക് കൈമാറും ഈ വേലി കെട്ടുവാൻ വേണ്ടിയിട്ട് എന്ന് സുവേന്ദു അധികാരി തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ മെയ് 28-ന്
142.79 ഏക്കർ ഭൂമി കേന്ദ്ര സർക്കാരിന് കൈമാറിക്കഴിഞ്ഞു ഈ വേലി കെട്ടിത്തിരിക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും ഈ ഗ്രാമീണർ പറയുന്നത്, പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കന്നുകാലികളുടെ സുരക്ഷ. രാത്രിയിൽ വന്ന് ധാരാളമായിട്ട് കന്നുകാലി കൊള്ളക്കാർ, അതായത് ഈ പശു കടത്തുകാർ വന്നിട്ട് പശുവിനെ വന്ന് അടിച്ചെടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ചിലപ്പോൾ പശുക്കൾ ഈ മേഞ്ഞ് നടക്കുന്നതിനിടയിൽ പശു അപ്രത്യക്ഷമാകുന്നു, കന്നുകാലികൾ അപ്രത്യക്ഷമാകുന്നു, ഇവർ കൊണ്ടുപോകുന്നു. രണ്ടാമത് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷ. പ്രായമായ പെൺകുട്ടികളും അതുപോലെ സ്ത്രീകളും അവരുടെ സുരക്ഷ, അതാണ് മറ്റൊരു കാരണം പറയുന്നത്. ഇതുപോലെ തന്നെ മോഷണം, വലിയ രീതിയിലുള്ള മോഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അവസാനം വരണമെങ്കിൽ, അറുതി വരണമെങ്കിൽ ഇങ്ങനെ വേലി കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഈ ഗ്രാമീണർ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ ഈ ഒരു നടപടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ സർക്കാരിനെതിരെ, സർക്കാർ ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് കോടതി പോകും. വ്യാജ മതേതരന്മാരും വ്യാജ ദേശസ്നേഹികളും സർക്കാരിനെതിരെ കേസുമായിട്ട് കോടതി പോകും. ഭൂമി പിടിച്ചെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തിൻ്റെ സുരക്ഷയൊന്നും അവർക്ക് പ്രശ്നമല്ല, സ്വന്തം കീസ നിറയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നുഴഞ്ഞുകയറ്റക്കാരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയായിരിക്കും. അയ്യോ, ഇവിടെ ഏതെങ്കിലും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ തിരിച്ചു പറഞ്ഞു വിടുകയോ ചെയ്ത് അപ്പോൾ ഇസ്ലാമോഫോബിയായി മുസ്ലിമുകൾ ആക്രമിക്കപ്പെടുന്നു. ന്യൂനപക്ഷ അവകാശം, നുഴഞ്ഞു കയറാനുള്ള അവകാശം, അങ്ങനെയുള്ള വിവിധ കലാപരിപാടികളായിരിക്കും കേരളത്തിൽ നടത്തുന്നത്. ഇപ്പോൾ അതാ വന്ദേമാതരത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, ബംഗാളികളുടെ ഈ രാജ്യസ്നേഹത്തിൻ്റെ കാര്യം പറയുന്നത്. വന്ദേമാതരം മുഴുവൻ പാടുന്നതിലും പകുതി പാടുന്നതിലും ബംഗാളിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ തീ പിടിക്കുന്ന പ്രശ്നം, ആഗോള പ്രശ്നമായി. വന്ദേമാതരം ആദ്യം 4 വരിയെ പാടൂ, പിന്നെയുള്ള 8 വരി കേൾക്കുമ്പോൾ ചെവി പൊത്തിപ്പിടിക്കണം, ചെവി കേൾക്കാൻ പാടില്ല, എന്തെല്ലാം കളികളാണ്. ബംഗാളിലെ വന്ദേമാതരം 4 വരിയെ പാടൂ, 8 വരിയെ പാടൂ എന്നൊക്കെ നിബന്ധന വയ്ക്കാനായിട്ട് ചങ്കൂറ്റമുള്ള ഒരൊറ്റ മുസ്ലിമില്ല. അറിയാവോ, സുവേന്ദു അധികാരി അതിനുള്ള കഷായം മൂപ്പരുടെ കയ്യിലുണ്ട്, പുള്ളി അത് ശരിയാക്കി കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ VD സതീശനെ പിടിച്ച് അധികാരത്തിൽ ഇരുത്തിയിരിക്കുന്നത് തന്നെ എന്തിനാ? ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കാൻ വേണ്ടി തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ കേരളത്തിലെ ഈ വ്യാജ മതേതരന്മാരുടെയും വ്യാജ രാജ്യസ്നേഹികളുടെയും ഈ മുഖം മൂടിയുണ്ടല്ലോ, ഈ രാജ്യതാല്പര്യത്തിന്റെ മുകളിൽ രാജ്യത്തിന് തീ പിടിച്ചാലും പ്രശ്നമില്ല, എനിക്കെൻ്റെ മതമാണ് വലുത്, എനിക്കെൻ്റെ ജാതി, അല്ലെങ്കിൽ പിന്നെ എന്താ എനിക്കെൻ്റെ വോട്ട് ബാങ്ക്, ഇങ്ങനെയുള്ള സങ്കുചിത താല്പര്യക്കാരുടെ, നാടകക്കാരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സുവേന്ദു അധികാരിയെ പോലെ നല്ല ചുണയുള്ള ഏതെങ്കിലും ഒരു BJP-കാരൻ കേരളം ഭരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ നാട്, കേരളം രക്ഷപ്പെടും. അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘടിത വോട്ട് ബാങ്കുകളെ സുഖിപ്പിച്ച് രാജ്യം ഒരു പരുവമാക്കി മാറ്റും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.